വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ സുപ്രോ മിനി CNG ഡ്യൂയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളോട് പലരും കമൻറ്റ് ചെയ്തായിരുന്നു സുപ്രോ മാക്സിയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. എന്നാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം നമ്മൾ ആ ഒരു സുപ്രോ മാക്സി എന്ന് പറഞ്ഞ വാഹനം നമ്മളോടൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നമുക്ക് സുപ്രോ സീരീസ് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ മെയിനായിട്ട് സുപ്രോ മിനി, സുപ്രോ മാക്സി ഉണ്ട്. അതായത് സുപ്രോ മിനിക്കകത്ത് സുപ്രോ മിനി, അതുപോലെ സുപ്രോ XL എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഉണ്ട്. ഇത് സുപ്രോ മാക്സി. ഈ ഒരു മാക്സിക്കകത്ത് മാത്രമേ നമുക്ക് പവർ സ്റ്റിയറിംഗ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു മാക്സി എന്ന് പറയുന്നത് 3 വേരിയൻ്റ് അവൈലബിൾ ആണ്. LX, VX, ZX. നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള VX എന്ന് പറയുന്ന വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യം ഇവിടെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ടൊരു മാക്സ് HL 1.3 VX AC വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ല, ഇവിടെ ബട്ടൺ കൊടുത്ത് കയറി കണ്ടു നോക്കുക. അതുപോലെ നമ്മളൊരു ഗിവ് അവേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഞാനിവിടെ ബട്ടണിൽ കൊടുത്തിരിക്കുക. ഒന്ന് കയറി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാനുള്ള CBC മഹേന്ദ്ര ട്രിവാൻഡ്രമാണ്. നിങ്ങൾക്ക് പിക്കപ്പിൻ്റെ സുപ്രോയുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ അതുപോലെ തന്നെ ഓൺ റോഡ് പ്രൈസോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിരിക്കാം. ആ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങാം. ഇത് ഫ്രണ്ട് കുറവുള്ളൊരു വാഹനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബോണറ്റ് ഇല്ലാത്തൊരു വാഹനമാണ്. അതായത് ഇതിൻ്റെ എൻജിൻ വരുന്നത് ഫ്രണ്ടിലല്ല, സെൻട്രലായിട്ടാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രണ്ടിൽ ഒരു ഫ്ലാറ്റ് ഡിസൈൻ, എന്നാൽ ഫുള്ളി ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയൊരു നോസ് ഡിസൈനോട് കൂടി വരുന്ന വാഹനമാണ്. ചെറിയൊരു നോസ് ഡിസൈൻ ഈ ഒരു വാഹനത്തിനുണ്ട്. കമ്പനി ക്ലെയിം ചെയ്യുന്ന 220 mm ലെങ്ത് ഉള്ളൊരു നോസ് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് എന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ഹെഡ്ലൈറ്റ് ഡിസൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് പാർക്ക് ലാമ്പിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ സൈഡിലായിട്ട് വരും. ഈ ഒരു കർവ്ഡ് ഷേപ്പ് വന്നുകൊണ്ട് വണ്ടിക്ക് അത്യാവശ്യം ഭംഗി കൂടുതൽ കിട്ടുന്നുണ്ട്. അതുപോലെ ക്ലിയർ ലെൻസ് ആയിട്ടുള്ള ആണ് നൽകിയിട്ടുള്ളത്. പിന്നീട് നമുക്ക് സെൻട്രലിലോട്ട് വരുമ്പോൾ നമ്മുടെ മഹേന്ദ്രയുടെ ഒരു ലോഗോ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പഴയ ലോഗോ ആണ്, അതായത് കൊമേഴ്ഷ്യൽ വാഹനങ്ങളെല്ലാം തന്നെ ഈ ഒരു ലോഗോ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മഹേന്ദ്രയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള 6 സ്ലാറ്റഡ് ഗ്രില്ല് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഫൈബർ ബമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. മെറ്റൽ ബമ്പർ കാര്യങ്ങളൊന്നുമല്ല, ഫൈബർ ബമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ എയർ ഇൻടേക്കിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രിൽ പാറ്റേണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 റിഫ്ലക്റ്റേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ റിഫ്ലക്ടർ ഒരു പറ്റി നമുക്ക് ഇവിടെ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാൻ പറ്റും. ഇൻബിൽട്ടായിട്ട് ഫോഗ് ലാമ്പ് കാര്യങ്ങൾ വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആക്സറീസ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അത് ഇവിടെയായിട്ട് സുപ്രോ പ്രോഫിറ്റ് ട്രക്ക് എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാൻ വേണ്ടി ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ബാഡ്ജിങ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വൈപ്പർ വാഷർ വന്നിട്ടുള്ളത് നമ്മുടെ വൈപ്പറിനകത്ത് തന്നെയാണ്. വൈപ്പർ ബ്ലേഡിൻ്റെ കൂടാതെ തന്നെ വരുന്ന ആ അസംബ്ലിക്ക് തന്നെയാണ് വൈപ്പർ വാഷർ വന്നിട്ടുള്ളത്. പിന്നീട് അത്യാവശ്യം വലിപ്പമേറിയിട്ടുള്ള വിൻസ്ക്രീൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ സൈഡിലേക്ക് പോകാം. സൈഡിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ORVM ആണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ രീതിയിലുള്ള വിസിബിലിറ്റീസ് കാര്യങ്ങൾ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യമുള്ള വിസിബിലിറ്റീസ് ഈ ഒരു സൈഡിലെ ഈ ORVMൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഡോറിൻ്റെ സൈഡിലായിട്ട് മാക്സി എന്നുള്ള ഒരു ബാഡ്ജിങ് കണക്കുന്നത്. കാരണം ഇത് സുപ്രോ മാക്സി സീരീസ് വരുന്ന വാഹനമാണ്. മാക്സി എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 155 80 R14 ആണ്. അതുപോലെ 8 പ്ലൈ റേറ്റാണ് ഇതിൻ്റെ ടയറിൻ്റെ സ്ട്രെങ്ത് വരുന്നത്. നമ്മൾ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലോഡിങ് ഏരിയയുടെ ലെങ്ത് വരുന്നത് 8.2 അടി നീളം, 5.5 അടി വീതി, 1 അടി പൊക്കമാണ് വരുന്നത്. അതുപോലെ ഈ ഒരു വാഹനം ഫ്രണ്ടിലും ബാക്കിലും ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ 8 പ്ലേറ്റുകളും ബാക്കിൽ 6 പ്ലേറ്റുകളാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കി ഇവിടെ ഒരു വെയിറ്റ് നൽകിയിട്ടുണ്ട്. ഈ വെയിറ്റ് എന്തിനാണ് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് 196 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമുക്ക് ഈ സൈഡിലോട്ട് പോയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ബോഡി ലെങ്തിൻ്റെയും വീതിയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. 8.2 നീളം, 5.5 വീതി, 1 അടി പൊക്കമാണ് വരുന്നത്. അതുപോലെ ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് മഹേന്ദ്ര എന്നുള്ള വലിയൊരു ബാഡ്ജിങ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മിക്കവാറും പിക്കപ്പുകളിലെല്ലാം തന്നെ ഇതുള്ള ബാഡ്ജിങ് തന്നെ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഒരു ലോക്കിംഗ് സിസ്റ്റം അത്യാവശ്യം ഈസി ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലോക്കിംഗ് സിസ്റ്റമാണ്. അതുപോലെ ഇതിനകത്ത് ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൂസായി കിടന്ന് അടിക്കുന്ന സൗണ്ടോ കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ഈ ബോഡി താഴോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഈ ഒരു ബാക്കിലത്തെ ടെയിൽ ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഹാലജൻ ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. LED കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ 2 റിഫ്ലക്റ്റേഴ്സ് നൽകിയിട്ടുണ്ട് ഈ വാഹനത്തിന്. നമ്മൾ റിവേഴ്സ് എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിഫ്ലക്ടർ അല്ല, 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. നമുക്ക് റിവേഴ്സ് എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൽ നിന്ന് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് 2 ലാമ്പുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്കിവിടെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ VX എന്നുള്ളൊരു ബാഡ്ജിങ് കാണുന്നത്. കാരണം ഇതൊരു VX വേരിയൻറ്റ് വാഹനമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് VX എന്നുള്ള ബാഡ്ജിങ് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു 3 വേരിയൻ്റ് എന്ന് പറയുന്നത് LX, VX, ZX. അതിനകത്ത് VXൽ ZXൽ മാത്രമാണ് പവർ സ്റ്റിയറിംഗ് വരുന്നത്. അതുപോലെ തന്നെ ZX മാത്രമാണ് AC വരുന്നത്. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കാം. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഫ്യൂവൽ ടാങ്കിൻ്റെ ലിഡ് വരുന്നത്.
ഇവിടെ ലോക്കിംഗ് സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ഊരാം അടയ്ക്കാം. അതൊരു നെഗറ്റീവായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ലോക്കെങ്കിലും അതിനകത്ത് കൊടുക്കേണ്ടിയായിരുന്നു, പക്ഷേ ലോക്ക് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. 33 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെയായിട്ടാണ് നമുക്കടുത്ത ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിന് ഓപ്പണിങ് വരുന്നത്. ഇതൊരു എക്സോസ്റ്റ് ഫ്ലൂയിഡിന് ഓപ്പണിങ് വന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. SCR കാറ്റഗറി വരുന്ന വാഹനമാണ്, അതായത് സെലക്റ്റീവ് കാറ്റലിറ്റിക് വിഭാഗത്തിൽ വരുന്നത്. നമുക്ക് നോർമലായിട്ട് പിക്കപ്പിലൊക്കെ വന്നിരുന്നത് ലീനോ സ്ട്രാപ്പ് സിസ്റ്റം വരുന്നത്. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഒഴിച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ എമിഷൻസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 20 ലിറ്ററാണ് ആ ഒരു യൂറിയ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബാറ്ററി കൊടുത്തിരിക്കുന്ന രീതിയാണ്. ഇതിവിടെ ഇപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് എടുത്തുകൊണ്ട് പോകാൻ വളരെ എളുപ്പമാണ്. ഇത് ഇവിടെ നിന്ന് മറ്റെവിടെയെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയതിന് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനി. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പുറത്തെ കാര്യങ്ങളും പറഞ്ഞു, ഇപ്പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് മാക്സി എന്നുള്ളൊരു ബാഡ്ജിയും കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 4148 mm ആണ്. മൊത്തം വീതി വരുന്നത് 1550 mm ആണ്. മൊത്തം ഹൈറ്റ് വരുന്നത് 1915 mm ആണ്. പിന്നെ വീൽ ബേസ് പറഞ്ഞില്ല, വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 2050 mm ആണ് വീൽ ബേസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം പുറത്തുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്കിതിന് അകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങൾ പറയാം. അതിനും 1-2 കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡ്യുവൽ LSPV ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. നോർമലായിട്ട് പലതിലും LSPV ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നതെങ്കിൽ അത് സിംഗിളാണ് വരുന്നത്. ഇതിൽ ഡ്യുവൽ LSPV ബ്രേക്കിംഗ് സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം. അകത്തെ വണ്ടിയുടെ അകത്തുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. നോർമലായിട്ടുള്ളൊരു ഡോർ പാഡാണ്, എടുത്തു പറയേണ്ടതൊക്കെ ഒന്നുമില്ല. ജസ്റ്റ് പവർ വിൻഡോയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നോർമലായിട്ട് നമ്മൾ കറക്കി പൊക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ഗ്ലാസ്സാണ് നൽകിയിട്ടുള്ളത്. നോർമലായിട്ടുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റം ഒക്കെ നൽകിയിട്ടുണ്ട്. ലോക്ക് ഇതാണ്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഹാൻഡിലൊക്കെ തന്നെ ക്വാളിറ്റി വലിയ ക്വാളിറ്റി ഉണ്ടെന്നൊന്നും പറയാനില്ല. ലോക്ക് സാധാ നോർമൽ ക്വാളിറ്റി തന്നെ പറയാൻ പറ്റും. അത്യാവശ്യം പ്രീമിയം കാര്യങ്ങളൊന്നുമല്ല, നോർമൽ സാധാ വരുന്നത്. ഏറ്റവും ലോ ക്വാളിറ്റിയിൽ വരുന്ന പിടിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നീട് നമുക്ക് ഇതിനകത്തോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു 2 സ്പോക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ട്രക്ക് ലൈക്ക് ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡാഷ്ബോർഡ് മേൽവശം ഏകദേശം ഫ്ലാറ്റ് ഡിസൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ പക്ഷേ തെന്നിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്തെങ്കിലും മാറ്റോ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കണം. മൊബൈലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് D+1 ആണ് നമുക്കിതിനകത്ത് അലൗഡ് ആയിട്ടുള്ള. ഡ്രൈവർ കൂടെ ഒരാളെയും കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും ചെറുതായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് മടക്കിയിട്ടൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് സീറ്റ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും റിക്ലൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ സ്ലൈഡ് ചെയ്യാനും പറ്റും. ഇത്ര ഓപ്ഷൻ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഡ്രൈവറിൻ്റെ കോ ഡ്രൈവറിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത്. അതുപോലെ ഗിയർ നോബിൻ്റെ പൊസിഷൻ നൽകിയിട്ടുള്ളതും അത്യാവശ്യം നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഗിയർ നോബിൻ്റെ പൊസിഷൻ നൽകിയിട്ടുള്ളത്. പിന്നീട് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ ഈ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ തന്നെ എടുത്തു പറയേണ്ടതൊക്കെ ഒന്നുമില്ല. നമ്മൾ നോർമൽ ഡാഷ്ബോർഡാണ്. ഇവിടെ സെൻട്രലായിട്ട് നമ്മുടെ ഹസാർഡ് ലൈറ്റ് എടുത്ത് ഇവിടെ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഇവിടെ 12 വോൾട്ട് മൊബൈൽ ചാർജർ നൽകിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 സ്വിച്ചസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്യാനുള്ള സ്ലോട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ലോക്കബിൾ ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ് നൽകിയിട്ടുള്ളത്. ആ വെളിയിൽ നിന്ന് നോക്കുന്ന വലിപ്പമൊന്നും അകത്തില്ല. തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി വലിപ്പമൊന്നുമില്ല, ചെറിയ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലോ ബോക്സ് ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് ഇതിനകത്ത് AC ഇല്ല. ആ AC വെൻറ്റുകളൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് അവിടെയായിട്ടാണ് ജാക്കി പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ജാക്കി പ്ലേസ് ചെയ്തിരിക്കുന്ന അവിടെയായിട്ടാണ്. പിന്നീട് അത്യാവശ്യം മാറ്റും നൽകിയിട്ടുണ്ട്. നല്ല മാറ്റ് തന്നെയാണ്, ഫാബ്രിക് മാറ്റാണ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ചിലപ്പം വാടടിക്കുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെയായിട്ട് നമുക്ക് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. ഒരു 1 ലിറ്ററും അതുപോലെ തന്നെ ഒരു 600 മില്ലിയുടെ ബോട്ടിൽസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിൽ ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് വേറെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആയിട്ട് IRVM നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം ബോഡി ഒരടി പൊക്കം തന്നെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആയിട്ട് നമുക്കൊരു അത്യാവശ്യം വലിയൊരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വെളിച്ചവും കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കിലായിട്ട് നമുക്കൊരു സ്ലൈഡിങ് വിൻഡോ നൽകിയിട്ടുണ്ട്. AC ഇല്ലാത്തതുകൊണ്ട് തന്നെ ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിങ് വിൻഡോയ്ക്ക് എടുത്തോട്ട് ഗ്ലാസ് അകത്തോട്ട് ക്യാബിനകത്തോട്ട് എയർ കാര്യങ്ങളൊക്കെ കയറുന്നതായിരിക്കും. പിന്നീട് ഇതാണ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്ററാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് സെൻട്രലായിട്ടൊരു പോർഷനിലായിട്ടാണ് മീറ്റർ വന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിജിറ്റൽ മീറ്ററാണ്. പിന്നീട് 2 സൈഡിലായിട്ട് ഈ പറയുന്ന വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ മോഡ് സെറ്റിൻ്റെ 2 സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നീട് ഇവിടെയായിട്ടാണ് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റർ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഏകദേശം അകത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കാണുമായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം.
നമ്മൾ ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പം ഇതിൻ്റെ എഞ്ചിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. 909 cc 2 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. മാക്സിമം പവർ വരുന്നത് 47.4 bhp പവറാണ്. മാക്സിമം ടോർക്ക് വരുന്നത് പറഞ്ഞാൽ 100 Nm ടോർക്കാണ് വരുന്നത്. 2 സിലിണ്ടർ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നവർ ഇതിനകത്ത് പവർ ഔട്ട്പുട്ട് കാര്യങ്ങൾ, വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പോസിറ്റീവ്സും നെഗറ്റീവ്സും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പേലോഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പേലോഡ് വരുന്നത് 1050 കിലോ ആണ് പേലോഡ് വരുന്നത്. അപ്പം എത്ര ടൺ വെയിറ്റ് ഇതിനകത്ത് കയറ്റുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് സംസാരിച്ചില്ലായിരുന്നു. 21.39 km/L ആണ് ഇതിൻ്റെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഓൺ റോഡിൽ നമ്മുടെ ലോഡിൽ എത്ര കിട്ടുന്നുണ്ടെന്നുള്ളതൊന്ന് ജെന്യൂനായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നവർ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് സ്ഥിരം ലോഡ് വെച്ച് ഉപയോഗിക്കുന്നവർക്ക് ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വീഡിയോ കാണുന്നവരാണ്, ആ വാഹനം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എല്ലാം ഒന്ന് വീഡിയോയ്ക്ക് അത് കമൻറ്റ് ചെയ്യണം. എങ്കിലേ ഈ വീഡിയോ കാണുന്നവർക്കും പുതിയ വണ്ടി എടുക്കണോ വേണ്ടായോ എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസോ ഓൺ റോഡ് പ്രൈസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് നമ്പർ എടുത്തിരിക്കുക. ആ നമ്പർ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. ഇതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളല്ല. പിന്നെ ഞാൻ ഇതിനകത്ത് നേരത്തെ പറഞ്ഞത് 155 R14 എന്നായിരുന്നു ടയർ സൈസ്. അതായിരുന്നു ബ്രോഷറി കയറുന്നില്ല. എന്നാൽ ഇതിനകത്ത് ഇപ്പോൾ ടയർ നോക്കിയപ്പോൾ ഇതിനകത്ത് ടയറിനകത്ത് 165 ആണ് വരുന്നത് ടയർ സൈസ്. 165 R14 ആണ് ടയർ സൈസ് വരുന്നത്. അതുപോലെ 8 പ്ലൈറേറ്റ് ആണ് ടയറിൻ്റെ പ്ലൈറേറ്റ് കണക്കൂട്ടിയിരുന്നത്. അതായത് പ്ലൈറേറ്റിലാണ് ടയറിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 8 പ്ലൈറേറ്റ് ആണ് ഈ ഒരു ടയറിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ എത്ര ടൺ വെയിറ്റ് ആണ് മാക്സിമം കയറ്റുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഓടിക്കുമ്പോൾ നമുക്കൊരു ട്രക്കിനകത്തൊക്കെ ഇരുന്നൊരു മിനി ട്രക്കിനകത്ത് ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം നമ്മൾ കുറച്ചുകൂടി ഉയരത്തിലാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇരിക്കുന്നത് തൊട്ട് താഴെയായിട്ടാണ് ടയർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുഴിയിലൊക്കെ വീഴുമ്പോഴാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ്, കാരണം നമ്മുടെ കംഫർട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് VXI വേരിയൻ്റ് ആണ്, പവർ സ്റ്റിയറിംഗ് ഉള്ള വേരിയൻ്റ്. എങ്കിലും ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് ഇച്ചിരി ടഫാണ്, ഭയങ്കര സ്മൂത്ത് ഒന്നുമില്ല. അതായത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിൻ്റെ ഒന്നുമില്ല, ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് കാണുന്നില്ല. പക്ഷേ എങ്കിലും കുറച്ച് ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നവരൊന്ന് പറയൂ. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിക്ക് ഇതോട്ട് ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഓടാത്തതുകൊണ്ടായിരിക്കും, കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് ക്ലിയർ ആവും. പിന്നെ അതുപോലെ തന്നെ മഹേന്ദ്ര ഇതിനകത്ത് പറയുന്നത് ഈ എക്സോസ്റ്റ് ഫ്ലൂയിഡിനകത്ത് അവരുടെ തന്നെ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേര് പറഞ്ഞാൽ ഏകദേശം മാക്സി ക്ലീൻ. അതാണ്ട് ഈ ഫ്രണ്ടിലായിട്ട് ആ കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ട ബ്രേക്ക് ഫ്ലൂയിഡ് ഏതാണ്, റിയർ ആക്സിൽ ഓയിലാണ് ഏതാണ്, എല്ലാം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര PSI ടയർ പ്രഷർ കൊടുക്കണമെന്ന് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് പറയണം. നമ്മളിത് അത്യാവശ്യം സ്പെക്ക് കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള വീഡിയോ ആണിത്. ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഡെയിലി ലൈഫ് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം ഉപയോഗിക്കുന്നവർ ഇതെല്ലാം കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ പുതിയ വാഹനം വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ തരുന്ന എക്സിക്യൂട്ടീവ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഓൾ കേരള